ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇറ്റലിയിലെ വ്ളോഗ് കഴിഞ്ഞ് ഞാനൊരു വ്ളോഗും ഇട്ടിട്ടില്ല. അപ്പം നമുക്ക് ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഡേ എങ്ങനെ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ചുമ്മാ പ്രത്യേകിച്ചൊന്നുമില്ല ഈ വ്ളോഗിൽ. ഇന്നത്തെ ഡേ എങ്ങനെ പോകുന്നു എന്ന് നമുക്ക് നോക്കാം. എനിക്കും ഒന്ന് കണ്ടിരിക്കാനാണ്. സോ വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ്. നിതിൻ ഫിസിയോതെറാപ്പിക്ക് പോയിരിക്കുവാണ്. എറിക് സ്കൂളിലാണ്. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. എറിക് ഒരു 2:15 ആകുമ്പോഴത്തേക്കും തിരിച്ചു വരും. ഇപ്പം 12 o'clock ആകാൻ പോകുന്നേ ഉള്ളൂ. അപ്പം ഇനി നമുക്കുള്ള പരിപാടി ലഞ്ച് ചെയ്യുക. ലഞ്ചിന് നിതിൻ നോർമലി തിന്നാറ് വലിയ ചോറ് ഐറ്റംസ് ഒന്നും തിന്നാറില്ല. സോ ഇന്ന് നമ്മൾ ഗ്രീക്ക് യോഗേർട്ട് വിത്ത് ഫ്രൂട്ട്സ് ആണ്. പിന്നെ ബോയിൽഡ് എഗ് ഉണ്ട്. ബോയിൽഡ് എഗ്ഗ് ഞാൻ എയർ ഫ്രയറിലാണ് ഇപ്പം ഉണ്ടാക്കാറ്. പിന്നെ എനിക്ക് എഗ് മേയോ സാൻഡ്വിച്ചാണ്. അതാണ് എറിക്കിന് ലഞ്ചിന് കൊടുത്ത് വിട്ട് സ്കൂളിൽ. അപ്പം അതിൻ്റെ കുറച്ച് ലെഫ്റ്റ് ഓവർ ഉണ്ട്. അപ്പം ഞാൻ എഗ് മേയോ സാൻഡ്വിച്ചാണ് കഴിക്കുന്നത്. അടിപൊളി സണ്ണി ഡേ ആണെന്ന്. ഇതാണ് എൻ്റെ എഗ് മേയോ ടോസ്റ്റ്. അപ്പം നമ്മൾ ബ്രൗൺ ബ്രെഡിൽ എഗ് സ്പ്രെഡ് വെച്ച് കൊടുത്ത് തിന്നുകയാണ്. അതിൻ്റെ മേലെ വേണമെങ്കിൽ ഒരു ബ്രെഡും കൂടെ വെക്കാം. പക്ഷേ എനിക്ക് ഇപ്പോൾ ഇതിങ്ങനെ മതി. ഡച്ചുകാരൻ്റെ മെയിനായിട്ട് കഴിക്കുന്ന ലഞ്ചിലാണ് ബ്രെഡ് ഐറ്റംസ് ഉള്ളത്. സോ മെയിൻലി ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റിനുമൊക്കെ അവരിങ്ങനത്തെ ബ്രെഡും ചീസും അങ്ങനെയൊക്കെ വെച്ചാണ് കഴിക്കുന്നത്. അപ്പം നമുക്ക് എന്തെങ്കിലും മൂവിയോ സീരീസോ വെച്ച് നമ്മുടെ ലഞ്ച് കഴിക്കാം. അപ്പോൾ ഒരു പിക്ചർ ഫൈനലൈസ് ചെയ്ത് നമ്മൾ ഈ പിക്ചറാണ് കാണുന്നത്. അർജുൻ അശോകൻ്റെ തീപ്പൊരി ബെന്നി എന്ന് പറഞ്ഞത്. കുറച്ച് പഴയ പടമാണ്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് കാണാമെന്ന് ഓർത്തു. ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ പഴയ മൂവീസ് വെച്ച് കാണാറുണ്ട്. മലയാളം മൂവീസ് ആണെങ്കിലും പഴയ മൂവി വെച്ച് കാണാറുണ്ട്. പുതിയ മൂവീസ് ഇപ്പോൾ ചിലപ്പോൾ കണ്ടതാകും ഓൾറെഡി. സോ ഒന്നും കാണാനില്ലാത്തപ്പോൾ നമ്മൾ ഓൾഡ് മൂവീസ് വെച്ചാണ് കാണുന്നത്. ഇന്നലെ നമ്മളൊരു മൂവി കണ്ടായിരുന്നു, പടക്കളം. എന്തായാലും പ്രോപ്പർലി പറയുന്നത് എനിക്കറിയില്ല, എൻ്റെ മലയാളം അത്ര നല്ലതല്ലായിരുന്നു. പടക്കളം ഓക്കെ മൂവിയായിരുന്നു. ഭയങ്കര ഇതൊന്നുമില്ല. സ്റ്റാർട്ടിങ് എനിക്ക് കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നി. പിന്നെ എൻഡിങ്ങിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമുക്ക് ലഞ്ച് കഴിക്കാം. ലഞ്ച് കഴിഞ്ഞ് ഗാർഡനിൽ കൂടെ ഒരു റൗണ്ട് അടിച്ച് കാണിച്ചു തരാം നമ്മുടെ ഗാർഡൻ്റെ ഡെവലപ്മെൻറ്റ്സ്. ഇവിടെ സ്ട്രോബെറി ഉണ്ട്. ഇവിടെ നമ്മുടെ ഒരു റോസ് ഉണ്ട്. ഇത് നന്നായി കിളുത്ത് വന്നായിരുന്നു. 5 റോസസ് എങ്ങാണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ വാടിപ്പോയി. പിന്നെ ഇത് കിവീൻ്റെ ആപ്പിളിൻ്റെയും ട്രീസാണ്. ഇത് നമ്മുടെ ചെറി ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. കുറച്ചുകൂടെ ഒന്ന് ഡാർക്ക് ആകുമ്പം നമുക്ക് പറിക്കാൻ പറ്റും. ഇത് നമ്മുടെ ഗ്രേപ്സ് കിളുത്ത് വരുന്നുണ്ട്. ഗ്രീൻ ഗ്രേപ്സ് ആണ് നമ്മുടെ ഇവിടെ ഉള്ളത്. എറിക് സ്കൂളിൽ നിന്ന് വന്ന് കുറച്ച് നേരമായി. നമ്മൾ ഗാർഡനിലിരിക്കുകയാണ്, ചൂടായത് കൊണ്ട്. എന്നാ വെള്ളം ഒഴിക്കല്ലേ. ഡോണ്ട് പുട്ട് വാട്ടർ. എന്താ ഇങ്ങനെ നല്ല വെതർ ഉള്ളപ്പം നമുക്ക് ഗാർഡനിലിരിക്കാൻ നല്ല രസമാണ്. പക്ഷെ ഒത്തിരി ലൈറ്റ് ഉള്ളപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടാണ്. സൺഗ്ലാസ് വെച്ചിരുന്നാലായിരിക്കും നല്ലത്. പിന്നെ ഈ ചൂടായതുകൊണ്ട് കുറേ ഫ്ലൈസും മറ്റേ എല്ലാ പ്രാണികളും പുറത്ത് കറങ്ങി ഇങ്ങനെ നടപ്പുണ്ട്. അപ്പം അത് അകത്ത് കയറാതിരിക്കാനാണ് നമ്മൾ ഈ കേർട്ടൻ ഇട്ടേക്കുന്നത്. കുറച്ച് സൺ വരുമ്പോഴത്തേക്ക് ഒത്തിരി ബ്രൈറ്റ് ആകും. പിന്നെ നമ്മുടെ കണ്ണും അത്രയും യൂസ് ടു അല്ല ഇത്രയും ലൈറ്റിന്. അപ്പം നമ്മൾ സൺഗ്ലാസ് ഇട്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം നമ്മൾ സൺഗ്ലാസ് ഇട്ടിരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം നമ്മൾ ഇത്രയും ലൈറ്റ് യൂസ് ടു അല്ല. സമ്മർ ആകുമ്പോഴാണ് നമുക്ക് ഇത്രയും ലൈറ്റ് കിട്ടുന്നത്. നീ എന്നാ ചെയ്യുക? അപ്പോൾ എൻ്റെ വ്ളോഗിൽ കയറി വരാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് ഇവിടെ. അവൻ്റെ കലാപരിപാടികൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ട് നിങ്ങൾ പേടിക്കരുത്.
അപ്പം നമുക്ക് ഇന്ന് എറിക്കിനോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചറിയാം. അല്ലെങ്കിൽ ചോദിച്ചാൽ അവൻ പറയാറില്ല. ഈ വ്ളോഗിൽ വരുന്നത് കൊണ്ട് നമുക്ക് ചോദിക്കാം. സോ എറിക്, ഇന്ന് എന്നാ ചെയ്ത് സ്കൂളിൽ? എന്നാ കളിച്ച് പറയൂ. ഫുൾ നിൻ്റെ ഡേ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറയൂ. നിൻ്റെ വ്ളോഗാ പറ. എന്നൊക്കെ പഠിച്ച് എന്നെ എന്നെ ഉണ്ടാക്കിയത് Father's Day gift. പിന്നെ അത് ഒരു ആക്ടിങ് ഉണ്ടാക്കി പറയും ഉറക്കിയിരുന്നു. പിന്നെ അതിനെ പെയിൻറ്റ് ചെയ്ത് പിന്നെ ഞാൻ പോയി. ചൂടുള്ള കൊണ്ട് കിച്ചൺ മാറ്റൊക്കെ പവർ വാഷ് കൊണ്ട് വാഷ് ചെയ്തെടുത്തായിരുന്നു. ഉണങ്ങാൻ നല്ല വെയിലുണ്ട്. ഒന്നും മിണ്ടാൻ പോടില്ലേ. ഞാൻ അമ്മൻ്റെ അടുത്തോട്ടുള്ള ഒരു വീഡിയോ എടുക്കും. എന്നെ വീഡിയോ എടുക്കുക. ഈ സ്പ്ലാഷ് പോലെ അറിയണം ബക്കറ്റിൽ 1 ഷോട്ടില്ലേ. ഓക്കെ, അല്ലെ ഇതിന് വേണ്ടി വീഡിയോ എടുക്കുക. പോകുന്നില്ല. ഞാൻ ആദ്യം ഇന്നിടുവോ? അത് ഓൾമോസ്റ്റ് നമുക്ക് ചായ ഉണ്ടാക്കാം. ഞാൻ ചോക്ലേറ്റ് മിൽക്ക് ഉണ്ടാക്കുന്ന അതിന് മിൽക്ക് ആവശ്യമുണ്ട്. പിന്നെ ചോക്ലേറ്റ് പൗഡർ ആവശ്യമുണ്ട്. ഞാനിപ്പോൾ ചോക്ലേറ്റ് പൗഡർ എടുക്കാൻ പോകുന്ന സ്റ്റെപ്പ് 2 എത്ര ചൂടാണെങ്കിലും നമ്മൾ ചായ കുടിച്ചിരിക്കും. ഞാൻ ചോക്ലേറ്റ് മിൽക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഇതിനോട് ലിങ്ക് കൊണ്ട് താടി മേടിക്കാൻ ചോക്കോടാ. ഹലോ, എൻ്റെ വീട്ടിലേക്ക് ഒരു മമ്മക്ക് വന്നു. നോക്ക്, ഇത് കണ്ടില്ലേ, ഇതാണ് ചോക്കോ പൗഡർ. ഇതെല്ലാം ലിഫ്റ്റ് ചെയ്തലാക്കിയാണ്. അപ്പം ഇത് തേക്കാൻ നാട്ടിൽ മേടിക്കാൻ പറ്റും. ഇത് മോസ്റ്റ്ലി സബ്ബൂക്കിലാക്കിയിട്ടുണ്ട്. ഓക്കെ, ബൈ. ചെയ്യാൻ പറ്റുമോ മമ്മ? എനിക്കത് ചെയ്യണം മമ്മ, പ്ലീസ് പ്ലീസ്. ഓക്കെ, ഇത് നമ്മുടെ ഗാർഡൻ്റെ ഔട്ട്സൈഡുള്ള സ്ഥലമാണ്. ഇവിടെയും പുറത്ത് കുറച്ച് മെസ്സി ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പുല്ലൊക്കെ കിളുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ക്ലീൻ ആക്കണം. അത് ഇന്ന് വൈകുന്നേരം ക്ലീൻ ചെയ്യാനാണ് പ്ലാൻ. അപ്പം എറിക്കിനെ ഉറക്കിയിട്ട് നമ്മൾ പുറത്തൊക്കെ ക്ലീൻ ആക്കി കഴിഞ്ഞ് നമ്മൾ ഗാർഡൻ ഒന്ന് നനച്ച് കൊടുക്കുവാണ്. സമയം ഇപ്പം 9:15 ആയിട്ടുണ്ട്. രാത്രിയിൽ എന്നിട്ടും വെളിച്ചമൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഇന്നത്തെ ഡേ എൻഡ് ചെയ്യാണ്. ഇനി കാണാം നെക്സ്റ്റ് വ്ലോഗിൽ. ടിൽ ദെൻ, ബൈ ബൈ.